ാണല്ലേ നമ്മൾ ഒരുമിച്ചാണ് ക്രിസ്തുള്ള നമ്മൾ ഒരുമിച്ച് കൂടി വരണമെന്ന് ദൈവനിയോഗമാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവനിയോഗം അനുസരിച്ചാണ് നമ്മൾ കൂടി വന്നിട്ടുള്ളത്. അല്ല നമ്മുടെ ഇഷ്ടം, നമ്മുടെ തോന്നിയതുപോലെയല്ല. ദൈവനിയോഗം ഇവിടെ നമ്മൾ ഇന്ന് കൂടി വരണമെന്ന്. ഹല്ലേലൂയ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ സഭാ യോഗമധ്യേ നമ്മൾ കൂടി വരണം. ദൈവനിയോഗമാണ്. നമ്മൾ ദൂരത്തു നിന്ന് അകലെ നിന്ന് വന്നവരായിരിക്കാം, അടുത്തു നിന്ന് വന്നവരായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആമേൻ ഓരോരുത്തരെയും ആമേൻ ഹല്ലേലൂയ ആമേൻ തൻ്റെ കയ്യിൽ എണ്ണം ചെയ്ത് വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആലയത്തിൽ കടന്നുന്ന മുഴുവൻ പേരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ എൻ്റെ സ്നേഹത്തിനെയും നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു. ആമേൻ. നമ്മൾ പരസ്പരം ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് ദൈവാത്മാവ് പറയുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറാം. നമുക്ക് ആമേൻ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലില്ലാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിന്മേൽ അത് വിടുതലായി ആമേൻ ഭവിക്കുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ സ്തോത്രം. പകൽക്കാലത്തിൽ നമ്മൾ പിന്നെയും നമ്മൾ സ്തോത്രം ദൈവത്തിന് ആരാധന കൊടുക്കുകയാണല്ലേ. സ്തോത്രം, ആമേൻ. സന്തോഷമുള്ള ദൈവങ്ങളൊന്ന് കരവർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. തൻ്റെ മക്കളെ ദൈവത്തിൽ ഏൽപ്പിച്ച് തരുന്നു. അപ്പാ യേശുവേ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്ന് പ്രബോധനത്തിലേക്ക് കടന്നു പോകാം. അതിനായിട്ട് നമ്മളിന്ന് വായിപ്പാനിടയായി തീർന്ന സങ്കീർത്തന പുസ്തകമാണ് വായിച്ചല്ലേ. സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാകുന്നു നമ്മൾ ഇന്ന് പകൽക്കാലത്തിൽ വായിപ്പാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയം അതിൽ നിന്ന് തന്നെയാകുന്നു. ആമേൻ. 3-ാമത്തെ സങ്കീർത്തനം. ഹല്ലേലൂയ. 3-ാമത്തെ സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടാകുന്നു ആമേൻ ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ സ്തോത്രം ചിന്തയ്ക്കായി ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് അതിലൂടെയാകുന്നു നമ്മളോട് ഇന്ന് പകൽക്കാലത്ത് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അടിയനിങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ, ദൈവത്തോട് സംസാരിച്ചു കൊണ്ട് വരുമ്പോൾ 3-ാമത്തെ സങ്കീർത്തനത്തിലൂടെ എന്നോട് സംസാരിപ്പാനിടയിൽ തീർന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥനാ നിയോഗങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലത്തിൽ വലിയനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മുടെ പ്രാർത്ഥന സ്വീകരിപ്പാൻ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ എത്ര വലിയ പ്രാർത്ഥനയായിരുന്നാലും എത്ര ചെറിയ പ്രാർത്ഥനയായാലും വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആയതുകൊണ്ട് ആമേൻ ഭക്തൻ ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തോട് ആമേൻ ഹല്ലേലൂയ അപേക്ഷിക്കുന്ന, ദൈവത്തോടുകൂടി പറ്റി നടക്കുന്ന ഭക്തൻ ആകുന്ന ദാവീദിൻ്റെ സങ്കീർത്തനമാകുന്നു നമ്മളിന്ന് വായിപ്പാനിടയിൽ തീർന്നത്. 3-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വചനം ഇപ്രകാരമാകുന്നു: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. ഹല്ലേലൂയ. ദൈവത്തിങ്കൽ അവന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഭക്തനാകുന്ന ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന ഭക്തനാകുന്ന ദാവീദ് പറയുകയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനമാകുന്നു: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു എന്ന് പ്രാരംഭത്തിൽ പറയുകയാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മൾ ഭക്തനായിക്കൊള്ളട്ടെ അല്ലാത്തവരായിക്കൊള്ളട്ടെ, പ്രത്യേകിച്ച് ആമേൻ ഹല്ലേലൂയ നമ്മളോട് എതിർത്താൽ, ആരെങ്കിലുമൊക്കെ എതിർത്താൽ, ഒത്തിരി പേര് എതിർത്താൽ നമുക്ക് തന്നെ നേരിടുവാൻ സാധ്യമല്ല. നമ്മൾ ഒത്തിരി പേര് ആമേൻ ഒരുപാട് പേര് ചേർന്ന് എതിർത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിയത്തില്ല. അത് പിന്നെ ദൈവത്തോട് പറഞ്ഞ് ദൈവം എതിർക്കണം. ഹല്ലേലൂയ, ആമേൻ. ദൈവം പറഞ്ഞ എന്താണ്? നിങ്ങളുടെ ശത്രുക്കളോട് എതിർക്കരുത്, അവർക്ക് വേണ്ടി ആമേൻ ഞാൻ അവരോട് യുദ്ധം ചെയ്യും.
നിങ്ങൾ മിണ്ടാതിരുന്ന് നിങ്ങൾ ദൈവം ഒന്ന് അറിയണം. ദൈവമുണ്ട്. ആമേൻ. ദൈവത്തോട് പറയണം, ദൈവത്തോട് അപേക്ഷിക്കണം, ദൈവത്തോട് പ്രാർത്ഥന കഴിക്കണം. ആമേൻ. ഒത്തിരി ആയാൽ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിക്കണം. ദൈവം നമ്മുടെ കാര്യങ്ങൾ സാധ്യമാക്കി തരും. ഹല്ലേലൂയ. അതിൻ്റെ വെളിച്ചത്തിലാകുന്ന ഭക്തനാകുന്ന ദാവീദ് ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ ആമേൻ ഒത്തിരി പ്രശ്നങ്ങൾ കയറി വന്നപ്പോൾ, ഒത്തിരി പ്രതികൂലങ്ങൾ ആമേൻ കയറി വന്നപ്പോൾ താൻ മനുഷ്യരിൽ ആശ്രയിക്കാൻ കടന്നു പോയില്ല. ആമേൻ. മാനുഷികമായ ആമേൻ നമ്മൾ നോക്കുമ്പോൾ മാനുഷിക തലത്തിലുള്ള എതിർപ്പുകളാണ് ദാവീദിൻ്റെ ആമേൻ മുൻപിൽ കടന്നു വരുന്നത്. എന്നാൽ ദാവീദിനൊരു കാര്യം അറിയാം, ഇത് മാനുഷികമല്ല, മാനുഷികമായിട്ടല്ല തന്നോട് പോരാടുന്നത്. ഇത് ആമേൻ ആമേൻ ഈ പോരാട്ടത്തിന് നടുവിൽ ഒരു അദർശ ശക്തിയുണ്ട്. ആമേൻ. വേറൊരു ദുഷ്ടശക്തി ഇതിൻ്റെ മേൽ പോരാടുന്നുണ്ട്. അവരുടെ നിമിത്തമാകുന്നു ലോകക്കാർ നമുക്കെതിരായിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഭക്തൻ പറയുന്നത്, യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. ആമേൻ. വലിയൊരു ആമേൻ. ഹല്ലേലൂയ. എത്ര പെരുകിയിരിക്കുന്നു. എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. ആമേൻ. അവർ പറയുന്നത് ദൈവത്തിൽ നിന്ന് ആമേൻ ആമേൻ ഭക്തന് ആമേൻ ഹല്ലേലൂയ രക്ഷയില്ല. ആമേൻ. ആമേൻ. അതേ സ്ഥാനത്ത് ആമേൻ ദൈവത്തോട് ആമേൻ ആര് നമ്മളെക്കുറിച്ച് ദൈവത്തോട് ആമേൻ പറ്റി നടക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന അവരുടെ ജീവിതത്തിൽ ആരൊക്കെ ലോകം അല്ലെങ്കിൽ ജഡം പിശാച് ആരൊക്കെ എതിർത്ത് നിന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ, ദൈവത്തോടു കൂടെ അപേക്ഷിക്കുന്നവരോട് ചേർന്ന് നടക്കുന്നവരാണോ, ആമേൻ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാണോ, നമ്മുടെ കാര്യങ്ങളെ ആമേൻ ദൈവം കർത്താവ് സാധിപ്പിച്ചു തരുവാനിടയെ തീരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 1-ാമത്തെ സങ്കീർത്തനം അവിടെ ആമേൻ 3:1 പറയുമ്പോൾ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. ലോകം എതിരായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ആമേൻ ലോകം എതിരായിക്കൊള്ളട്ടെ. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായേക്കാം. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിനക്ക് എതിർപ്പുണ്ടാകും, ശത്രുതയുണ്ടാകും. കുടുംബക്കാർ തന്നെയാണ് നിങ്ങളുടെ ശത്രു എന്നൊക്കെ കർത്താവ് പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ ലോകത്ത് നമുക്ക് അനുകൂലമല്ല. ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവത്തോടു കൂടെ നടക്കുന്നവർക്ക് ആമേൻ ദൈവമേ ലോകം അനുകൂലമല്ല. ഇവിടെ ഭക്തനാകുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ തൻ്റെ മകൻ, താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന മകൻ തന്നോട് എതിർക്കുന്ന ഒരവസ്ഥയുടെ നടുവിലാണ് ദാവീദ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ലോകം എതിർക്കുന്നു, അത് ലോകത്തിലുള്ളതൊക്കെ എതിർക്കുന്നു, തന്നെ എതിർക്കുന്നു. തൻ്റെ വിശ്വാസ ജീവിതം, തൻ്റെ ആത്മീയ ജീവിതം, തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി എതിർപ്പുകളാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ ദാവീദിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ആമേൻ മുഖവര ഇപ്രകാരമാണ്. അതിൻ്റെ ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്നാണ് അതിൻ്റെ മുഖവര എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദാവീദിൻ്റെ മകനാകുന്ന അബ്ശലോം വളരെ സ്നേഹിച്ചിരുന്നു. അബ്ശലോമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? അബ്ശലോമിനെ കുറിച്ച് ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. അബ്ശലോം ആമേ ഒത്തിരി പൊക്കവും ഒത്തിരി സൗന്ദര്യവും ഒത്തിരി മുടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യരായിരുന്നു അബ്ശലോം. അബ്ശലോമിനെ ദാവീദ് ഒത്തിരി സ്നേഹിച്ചിരുന്നു. അബ്ശലോം ആമേൻ തൻ്റെ അപ്പനാകുന്ന ദാവീദിന് വിരോധമായി എഴുന്നേൽക്കുവാനിടയിൽ തീർന്നു. മാത്രവുമല്ല ഒത്തിരി പേരും തന്നെ എതിർക്കുവാനിടയിൽ തീർന്നു. അതിനോട് ചേർന്ന് തൻ്റെ മകനും എതിർക്കുവാനിടയിൽ തീർന്നു. അതിൻ്റെ നടുവിലാണ് ആമേൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ശത്രുത്വം എഴുന്നേറ്റ് പൊങ്ങിയാൽ നമുക്ക് പിന്നെ നിൽക്കാൻ സാധ്യമല്ല. നമ്മൾക്ക് പിന്നെ ദൈവത്തോട് പറയുകയല്ലാതെ വേറെ യാതൊരു നിർവാഹവുമില്ല, വേറൊരു വഴിയുമില്ല. നമ്മൾ ദൈവത്തോടു കൂടെ തന്നെ പറയണം. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ നമ്മുടെ ദൈവത്തോടു കൂടെ മാത്രമേ പറയാവൂ. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ വേദനകളെ, ഭാരങ്ങളെ എല്ലാം ദൈവത്തോടുകൂടെ തന്നെ പറയണമെന്നാകുന്നു. എല്ലാറ്റിൽ നിന്നും ദൈവം എന്ന കർത്താവ് നമുക്ക് വിടുതൽ നൽകുവാനിടയിൽ തീരും എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ ഇവിടെ 2 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദൈവത്തിങ്കൽ നിന്ന് തൻ്റെ ശത്രുക്കൾ പറയുന്നത്, ദാവീദ് പറയാണ്, തൻ്റെ ശത്രുക്കൾ പറയാണ് അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തെ കർത്താവിനെ അനുഗ്രഹിക്കുന്നവർക്ക്, രക്ഷകനെ അനുഗ്രഹിക്കുന്ന രക്ഷയുണ്ട്. അവൻ രക്ഷ നമുക്ക് പകർന്നു നൽകുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആമേൻ അതിൻ്റെ 2 ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, 2 ശമൂവേലിൻ്റെ പുസ്തകം ഹല്ലേലൂയ
18:31, 32 വചനം വായിച്ചാട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, നമ്മുടെ ജീവിതത്തിന് വിരോധമായി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വിരോധമായി ആരൊക്കെ എഴുന്നേറ്റ് പൊങ്ങിയാലും, ലോകം എഴുന്നേറ്റ് പൊങ്ങിയാലും, അല്ല ലോകത്തിന്റെ വൈരി എഴുന്നേറ്റ് പൊങ്ങിയാലും അതിനെ വായിക്കാം, അതിനെ ശാന്തമാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. മാത്രവുമല്ല, നമ്മെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. നമുക്ക് മാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം തന്നെ കടന്നു വന്നിരിക്കട്ടെ, ഭാരം കടന്നു വന്നിരിക്കട്ടെ, വേദന കടന്നു വന്നിരിക്കട്ടെ, നമ്മൾ ദൈവത്തോട് പറയുകയാണോ, ദൈവം നമുക്കുള്ള കാര്യങ്ങളെ അവൻ കേട്ട് നമ്മളെ സഹായിക്കുവാനിടയിൽ തീരും. രോഗിക്ക് രോഗത്തിന് രോഗസൗഖ്യം വരുത്തും. പാപിയാണെങ്കിൽ കർത്താവ്, ഞാൻ പാപി ചെയ്തിരിക്കുന്നു, എന്നാൽ പാപമോചനം നൽകും കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്ഷയ്ക്കായിട്ട് കർത്താവിനോട് അപേക്ഷിച്ച കർത്താവ് രക്ഷിപ്പാനിടയിൽ തരും. ശത്രു പെരുകിയിരിക്കുന്നവർ തൻ്റെ ശത്രുക്കളെ അകറ്റും. പ്രൈസ് ദി ലോർഡ്. അകറ്റും. അതാകും നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ നമ്മൾ വായിപ്പാനിടയിൽ എന്താ വായിച്ചാലും 2 ശമൂവേലിന്റെ പുസ്തകം, അവിടെ നമ്മൾ കാണുമ്പോൾ ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവവഴിയിൽ നടക്കുന്ന ദാവീദിന് വിരോധമായി എഴുന്നേറ്റ് പൊങ്ങിയ സകലരെയും അതിന്റെ നേതൃത്വത്തെ ദൈവം നശിപ്പിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. യജമാനായ രാജാവിനെ, ആമേൻ. അവിടെ ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദിനോട് എതിർത്തു വന്ന വലിയൊരു കൂട്ടം, തൻ്റെ മകൻ ഉൾപ്പെട്ട വലിയൊരു കൂട്ടം തന്നെ എതിർത്തു വന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ താൻ ദൈവത്തോട് എണ്ണി പറയാണ്, കർത്താവേ, എന്നെ എതിർക്കുന്നവർ അനേകരാകുന്നു, എന്നോട് പൊരുതുന്നവർ അനേകരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ നടുവിൽ ഒരു വാർത്ത വന്ന് ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്. ആമേൻ. ദാവീദിനോട് പറയുന്ന കാര്യമാണ്. അവൻ വായിച്ചാലും യജമാനാകുന്ന രാജാവേ, ഇതാ നല്ല വർത്തമാനം. ദാവീദ് രാജാവിനോട് ഒരു നല്ല വർത്തമാനം വരികയാണ്. നമുക്ക് നേരെ ഒരു പ്രവാഹം അല്ലെങ്കിൽ ഒരു വലിയ സൈന്യം എതിർത്ത് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അവരെ പ്രതിക്രിയ നടത്തിയാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ സന്തോഷിക്കത്തില്ലേ? ഹല്ലേലൂയ. നമ്മളോട് എതിർത്ത് നിൽക്കുന്നതിന് ദൈവം തന്നെ എതിർത്ത് തോൽപ്പിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമോ? ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു വങ്കാരി നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ആമേൻ നമുക്ക് നേരെ ആരായിരുന്നാലും ആമേൻ പ്രാർത്ഥിക്കുന്നവന് നേരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് നേരെ, ദൈവത്തോടു കൂടെ നടക്കുന്നവന് നേരെ ആരെഴുന്നേറ്റ് പൊങ്ങിയാലും ദൈവരോട് കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരോട് കണക്ക് ചോദിക്കും. ദൈവത്തിന്റെ ഭക്തനെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനെ കണ്ണിലെ കൃഷ്ണമണിയോടാണ് കർത്താവ് വച്ചിരിക്കുന്നത്. അവനെ വിളിച്ചഴി അപേക്ഷിക്കുന്നവന്റെ യാചനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ ദാവീദ് രാജാവിനോട് ഒരു വാർത്ത വന്നു പറയുകയാണ്. വായിച്ചാലും യജമാനായ രാജാവേ, നല്ല വർത്തമാനം നിന്നോട് എതിർത്ത എല്ലാവരോടും യഹോവ ഇന്ന് നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യും എന്ന് കൂശ്യൻ പറഞ്ഞു. ഒരു കൂശ്യ മനുഷ്യനാണ്, കൂശ്യ വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് വന്ന് ദാവീദിനോട് പറയുന്നത്. നമ്മൾ കൂശ്യസ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൂശ്യസ്ത്രീ ആകുന്നത് ആമേൻ അബ്രഹാം വിവാഹം കഴിച്ചത്. അബ്രഹാമാണോ മോശയാണോ കൂശ്യസ്ത്രീയെ വിവാഹം കഴിച്ചത്? അവൻ കൂശ്യ വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് വന്ന് പറഞ്ഞത്, ദാവീദിനോട് വന്ന് പറഞ്ഞത്, നിന്നെ എതിർത്ത എന്താ പറഞ്ഞു? നിന്നെ എതിർത്ത എല്ലാവരോടും പ്രതികാരം ചെയ്യുവാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുന്നുവെന്ന്, എഴുന്നേറ്റ് പ്രതികാരം നടത്തിയിരിക്കുന്നു എന്നാകുന്നു ആ കൂശ്യൻ വന്ന് ദാവീദിനോട് പറയേണ്ടേ തീർന്നത്. എന്തെന്ന് ചോദിച്ചാ
അപ്പോൾ രാജാവ് കൂശ്യനോട് കൂശ്യനോട് അബ്ശലോം അബ്ശലോം കൂടെയുണ്ട്, അതുകൊണ്ടാണ് ആമേ തൻ്റെ മകൻ അവരുടെ കൂട്ടുകെട്ടത്തിൽ ശത്രുപാളയത്തിലുണ്ട് ആയതുകൊണ്ട് തൻ്റെ മകൻ എന്തെങ്കിലും ഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വ്യഗ്രതയോടെ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. ആമേൻ. അതിന് കൂശ്യൻ യജമാനനായ രാജാവിന്റെ ശത്രുക്കളോട് ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ ആമേൻ ഹല്ലേലൂയ. അതിന്റെ സാരാംശം എന്ന് പറയുന്നത് ആമേൻ തൻ്റെ മകൻ മകന് ദൈവം പ്രതിക്രിയ നടത്തിയിരിക്കുന്നു. ഭക്തന്റെ നിലവിളിക്കയുടെ നടുവില് തൻ്റെ മകനെ തന്നോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോടു കൂടെ നടക്കുന്ന ദാവീദിന് വിരോധമായി എഴുന്നേറ്റ് പൊങ്ങിയത് കൊണ്ട് അവനെ ദൈവം നശിപ്പിപ്പാനിടയെത്തിയിരുന്നു. ഹല്ലേലൂയ. ആമേൻ. തനിക്ക് വിരോധമായി അപ്പന് വിരോധമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തോടു കൂടെ നടക്കുന്നവന് വിരോധമായി എഴുന്നേറ്റ് പൊങ്ങിയ കൂട്ടുകെട്ടിച്ച അബ്ശലോമിനെ ദൈവം നശിപ്പിക്കാനിടയിൽ തീർന്നു എന്നാണ്. ഹല്ലേലൂയ. അതിന്റെ താഴോട്ട് വായിച്ചാൽ താഴോട്ട് അതിന്റെ വരികൾ നടുങ്ങി യജമാനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് കൂശ്യൻ വന്ന് പറയുന്നിടയിൽ തീർന്നു. ആമേൻ. നടുങ്ങി പടിപ്പുരമാളികയിൽ കയറി എന്റെ മകനെ അബ്ശലോമേ എന്റെ മകൻ അബ്ശലോമേ ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തിനേറെ പറയേണ്ടത് ഒരു അപ്പന്റെ സ്നേഹമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരു അപ്പന്റെ സ്നേഹം. ഹല്ലേലൂയ. തങ്ങളാ ആരും നശിച്ചു പാടില്ല എന്നാവുന്നു ആമേൻ ദൈവ ഇഷ്ടം. ആരും നഷ്ടപ്പെട്ടു പോകരുത്, ഒരാത്മാവും നശിച്ചു പോകരുത്. പക്ഷേ നമ്മൾ ശത്രുവിന് ഇടം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നശിച്ചു പോകാനിടയിൽ. ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ദൈവത്തോടു കൂടെ നിരപ്പ് പ്രാപിച്ച് നടക്കാതെ നമ്മൾ ശത്രുവിന് സാത്താന് ഇടം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നശിച്ചു പോകാനിടയിൽ. നമ്മൾ ആരായിരുന്നാലും ഹല്ലേലൂയ നമ്മൾ ഭക്തൻ്റെ മകനെന്ന് പറഞ്ഞാലും മകളെന്ന് പറഞ്ഞാലും നമ്മൾ പ്രൈസലോ നശിച്ചു പോകാനിടയിൽ തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഭക്ത പ്രാർത്ഥിക്കുന്ന അവന് വിരോധമായി ആര് എഴുന്നേറ്റാലും ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുവാനിടയെ തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഹല്ലേലൂയ 3-ാമത്തെ വചനം ഒന്ന് വായിച്ചാലും സങ്കീർത്തനം ശമൂവേല് 18 അത് വായിച്ചല്ലോ. സങ്കീർത്തന പുസ്തകം 71-11 വായിച്ചാലോ. 11-12 നമ്മൾ വായിച്ചതിന്റെ ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിപ്പീൻ, വിടിവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ആര് പറയുന്നു? ലോകം പറയുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന് വിരോധമായി ദൈവത്തോടുകൂടെ നടക്കുന്നവന് വിരോധമായി ലോകം പറയുന്നത്. ലോകം ആരാണ്? ലോകം ജഡം, പിശാച് പറയുകയാണ് അവനെ പ്രാർത്ഥിക്കുന്ന ഭക്തനെ ദൈവത്തോടുകൂടെ നടക്കുന്നവൻ ഒറ്റയ്ക്കായിരിക്കുകയാണ്, അവനെ വിടിവിപ്പാൻ ആരുമില്ല, അവനെ പിന്തുടർന്ന് പിടിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യനെ ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ വച്ചിരിക്കുന്നു എന്നുള്ളതാകുന്നു. ആമേൻ. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സങ്കീർത്തന പുസ്തകം ആമേൻ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വചനം വായിക്കുമ്പോൾ 3:3 വായിക്കുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് 3 വായിച്ചാലും 3:1 വായിച്ചാലും അവിടെ ആമേൻ അവിടെ പറഞ്ഞ് ഞാൻ തന്നെ വായിച്ചോളാം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു എന്നാകുന്നു ഭക്തൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ആമേൻ പരിചയം നമുക്ക് നന്നായി അറിയാം. പരിച എന്തിനാണ്? പഴയ കാലത്ത് യുദ്ധത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നൊരു സാധനമാകുന്നു പരിച. പ്രൈസ് ദി ലോർഡ്. പരിച അവൻ പഴയ കാലത്ത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്തിലാണ് പുതിയ ആധുനിക കാലഘട്ടത്തിന് നടുവിൽ ഒത്തിരി ആയുധ ശേഖരം. ഇന്നത്തെ
കമ്പ്യൂട്ടർവൽകൃതമായ കാലഘട്ടത്തിൽ, ആധുനികവൽകൃതമായ കാലഘട്ടത്തിൽ ഒത്തിരി ആയുധങ്ങൾ, കമ്പ്യൂട്ടറിൽ നിയന്ത്രിത ആയുധങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പഴയ കാലത്തിൽ യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്നത് വാളുകൊണ്ടും പരിച കൊണ്ടും കുന്തം കൊണ്ടും ഒക്കെ ആയിരുന്നു ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. ഒരു യുദ്ധക്കളത്തിൽ ഒരു യുദ്ധം നടക്കണമെന്നിരിക്കട്ടെ, ഒരു സൈന്യം യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. അവരുടെ കയ്യിലെല്ലാം വാളും പരിചയും കുന്തവും ഒക്കെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇരുഭാഗത്തും യുദ്ധം നടക്കണ്, ഇരുഭാഗത്തും ഈ ആയുധങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കും. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, ഹല്ലേലൂയ, അവന് രക്ഷപ്പെടണം. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെടണം. എല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഈ കുന്തവും ഈ ഹല്ലേലൂയ പരിചയും എന്തിനു പിടിച്ചിരിക്കുന്നത്? രക്ഷയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി. ലോകപ്രകാരം പിടിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് കുന്തവും പരിചയും വാളുമെല്ലാം ലോകപ്രകാരം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകപ്രകാരം തങ്ങൾ വിശ്വസിക്കുകയാണ്, ലോകപ്രകാരം യുദ്ധത്തിന് കയറി വരുന്ന ഒരു സൈന്യത്തിൽ സൈന്യവും സൈന്യാധിപനും അതിൻ്റെ യുദ്ധം ചെയ്യുന്നവരെല്ലാവരും വിശ്വസിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഈ വാളും എൻ്റെ കയ്യിൽ ഈ പരിചയം ഉണ്ടെങ്കിൽ ഞാനൊരു 1000 പേര് 2000 പേരെ ഞാൻ ഫൈറ്റ് ചെയ്യും, അവരെ തോൽപ്പിക്കും എന്നുള്ള വിശ്വാസം അവരുടെ മേലുണ്ട്. അവരുടെ വിശ്വാസം ഏതിലാകുന്നു? ഈ വാളിലും പരിചയുടെയും മേലാണോ വിശ്വാസം? ഹല്ലേലൂയ. വാളിലും പരിചയുടെ മേൽ ശത്രു ഇനി എപ്രകാരമൊക്കെ ജമ്പ് ചെയ്ത്, ഏതൊക്കെ കളരി സംഘത്തിൽ പഠിച്ച്, ഏതൊക്കെ അഭ്യാസ പ്രകടനങ്ങൾ പഠിച്ച് ഹല്ലേലൂയ ഇങ്ങോട്ട് കയറി വന്ന ആകാശത്തിൽ കൂടി ജമ്പ് ചെയ്ത് ഇങ്ങോട്ട് വെട്ടിയാലും ഞാൻ ഈ പരിച കൊണ്ട് ഞാൻ അവനെ ജയിക്കും. ഹല്ലേലൂയ. വിശ്വാസം. ഹല്ലേലൂയ. അതിനെ ക്രിസ്തീയ നിയമത്തിൽ വിശ്വാസം എന്ന പരിചയെ ആക്കി തീർത്തിരിക്കുകയാണ്. വിശ്വാസം എന്ന പരിച നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇതാകുന്നു പരിച. വിശ്വാസം എന്ന പരിച. അത് നമ്മൾ പിടിച്ചിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസമാണ്. ഒരു ശക്തി എൻ്റെ അടുക്കൽ വരത്തില്ല, ഒരു രോഗവും ഒരു ഭാരവും എൻ്റെ മേൽ അടുക്കത്തില്ല എന്നുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് വിശ്വാസിയെ നിലനിർത്തുന്നത്, ഭക്തന്മാരെ നിലനിർത്തുന്നത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ പരിചയം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ ഹല്ലേലൂയ ഒരു ഗോലിയാത്തിന്റെ നേരെ ഗോലിയാത്ത് ദാവീദിന് നേരെ ഗോലിയാത്ത് വന്ന സമയത്ത് എന്തായിരുന്നു? വലിയ പരിചയം വാളുമൊക്കെ പിടിച്ചാണ് വന്നത്. പക്ഷെ അവൻ തോൽക്കുവാനിടയിൽ തീർന്നു. ദാവീദിന്റെ മുമ്പിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടെ നടക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ ആയുധം എല്ലാം താളടിയായി പോയി. ഹല്ലേലൂയ. ഇവിടെ പരിചയെക്കുറിച്ച് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പരിചയെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫെസർക്ക് എഴുതിയ ലേഖനം, എഫെസർ അതിനെക്കുറിച്ച് വിവരിപ്പാൻ വേണ്ടി ആഗ്രഹിക്കും. എഫെസർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10, 11, 12 വചനം ഒന്ന് വായിച്ചാലും ദിവസേ തുടർന്ന് വായിക്കണം. വചനം മാറ്റിക്കളയരുത്. സ്വോത്രം. എഫെസർക്ക് എഴുതിയ ലേഖനം 10-ന്റെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. അവൻ ഇവിടെ പറയുന്നത് ഒടുവിൽ കർത്താവിൽ, ഒടുവിൽ, ഏറ്റവും ഒടുവിൽ, വേറെ ഒന്നിലും നമുക്ക് സാധ്യമല്ല. ഏറ്റവും ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത്. ഏത് വചനമാണത്? അതിന്റെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മാ ശക്തിയോടും സേനയോട്. അവിടെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്. നമുക്ക് നേരെ ഒത്തിരി പേരൊക്കെ എതിർപ്പുമായി നിന്നാലും, ഒത്തിരി പേര് പരിഹാസവിഷയമായി അല്ലെങ്കിൽ എതിർപ്പിൻ്റെ നമ്മെ തോൽപ്പിക്കുവാൻ നിന്നാലും, ഹല്ലേലൂയ, അതിൻ്റെ പുറകിലൊരു ദുഷ്ടശക്തിയുണ്ട്, ഒരു ദുഷ്ടവ്യാപാരമുണ്ട്. ആ ദുഷ്ടവ്യാപാരം എന്ന് പറയുന്നത്, ദുർശക്തി എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആ ദുർശക്തി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഏത് ദുർശക്തി കയറി നിന്നാലും,
ഹല്ലേലൂയ. ഏത് ദുർശക്തി കയറി നിന്നാലും നമ്മൾ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാണോ, നമ്മെ അനുദിനം കർത്താവിനോടുകൂടെ നടക്കുന്നവരാണോ, ആമേൻ, ഏത് ശക്തി ആമേൻ കയറി നിന്നാലും ഹല്ലേലൂയ ആമേൻ നമ്മെ ജയിക്കത്തില്ല. ഒരു ശക്തിയും ആമേൻ നമ്മെ ജയിക്കത്തില്ല. ആമേൻ നമുക്ക് വിരോധമായി ചിലപ്പോൾ കാണുമ്പോൾ കാഴ്ചയാൽ ലോകക്കാർ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹോദരി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തന്നെ നമുക്ക് എതിർത്തുകൊണ്ട് നമ്മളെ മുമ്പിൽ നിൽക്കാം. അത് ആമേൻ അവരായിട്ട് നിൽക്കുകയല്ല, നമുക്ക് നേരെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നവരുടെ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ശത്രു ഇടപെട്ടിട്ടാകുന്നു അങ്ങനെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുക, അതിനൊരു മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്. നേരത്തെ എന്താ സംഭവിച്ചു? ആമേൻ അപ്പന് വിരോധമായി മകൻ എഴുന്നേറ്റ് നിന്നു. മകൻ കൂട്ടുകെട്ടി. ലോകക്കാർ ഒരുമിച്ച് ദാവീദിന് നേരെ കയറി വന്നു. ദാവീദ് അപ്പന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ വന്ന് സംഭവിച്ചത് കണ്ടല്ലേ? അബ്ശലോമിന്റെ കാര്യം എന്തായി? അബ്ശലോമിന്റെ ജീവിതത്തിലെ അബ്ശലോമിന്റെ കാര്യം എന്തായി? അബ്ശലോം ഒടുവില് ആമേൻ കരുവേലകത്തില് അവന്റെ തല അവൻ തൂങ്ങി മരിക്കുവാനിടയിൽ തീർന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ? ആമേൻ. പ്രാർത്ഥിക്കുന്ന ദൈവത്തോടു കൂടെ നടക്കുന്ന ഭക്തന്മാർക്ക് വിരോധമായി ആര് എഴുന്നേറ്റ് പൊങ്ങിയാലും, ഏത് ദുർശക്തി എഴുന്നേറ്റ് പൊങ്ങിയാലും ദൈവം അതിന് പരിഹാരം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടു കൂടെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഓ സ്വതന്ത്രം. വായിച്ചാലും അതിൻ്റെ ഭാഗത്തായിട്ട് വായിച്ചാലും ദിവസിയെ ആമേൻ ലേഖനം ആമേൻ ആമേൻ നമുക്ക് അവിടെ നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സേനയോടും അത്രേ എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും. ദുർദിവസത്തിൽ നമ്മൾ എങ്ങനെ എതിർക്കും? നമുക്ക് ദുർദിവസം വരുമ്പോൾ എങ്ങനെ എതിർക്കും? ആരോട് എതിർക്കും? ഹല്ലേലൂയ. ദുർദിവസമാണ്. നമുക്ക് കഷ്ടതയും കണ്ണുനീരും ഒക്കെ ഒത്തിരി പേര് പകർന്നിട്ട് നിൽക്കും. ആരോട് നമ്മൾ എതിർക്കും? അപ്പോൾ ദൈവത്തോട് പറയുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതോടുകൂടി ദൈവം എതിർക്കും. ആമേൻ. ദുഷ്ടാത്മസേന ആരാകുന്നു? ആമേൻ സാത്താനും അവൻ്റെ സൈന്യവുമാകുന്നു. അവരോട് നമുക്ക് എതിർക്കാൻ സാധ്യമല്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നമുക്ക് വിരോധമായി നിൽക്കുന്ന ദുഷ്ടാത്മസേനയെ ശാസിക്കുവാനിടയിൽ തീരും. ആ ദുഷ്ടാത്മസേനയോട് ദൈവം എതിർക്കുവാനിടയിൽ തീരും. കർത്താവ് പറഞ്ഞു എന്താണ്? നീ ദുഷ്ടനോട് എതിർക്കരുത്. ആമേൻ. എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ അവനോട് എതിർക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശത്രുവിനോട് എതിർക്കുന്നത്. വായിച്ചാലും തുറന്ന് വായിച്ചാലും അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. എന്താണ് ദൈവത്തിന്റെ സർവായുധ വർഗം? ആമേൻ. നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മൾ ഈ ലോകത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മൾ മുൻപോട്ട് നമ്മൾ പരാജയം നമുക്കുള്ളതല്ല, പരാജയമല്ല, നമുക്ക് വിജയമാണുള്ളത്. അതിനു വേണ്ടിയാകുന്ന ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ പിടിച്ചുകൊള്ളണമെന്നുള്ളത്. സർവായുധ വർഗം. ഏതാണ് സർവായുധ വർഗം? അവിടെ എഴുതിയിരിക്കുന്നത് അരയ്ക്ക് സത്യം കെട്ടിയും, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പായും ആക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ചെറുക്കുന്ന വിശ്വാസം എന്ന പരിചയം. നോക്കിക്കേ, ദുഷ്ടന്റെ തീയമ്പുകളെ, ദുഷ്ടൻ എത്ര തീയമ്പുകളെ ഇത് വിട്ടാലും ദൈവമക്കൾക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മകന് മകള് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്ര വലിയ ആയുധങ്ങളെ തൊടുത്തു വിട്ടാലും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുന്നവരാണോ? ഓ ഹല്ലേലൂയ. നമ്മള് ആമേൻ ഹല്ലേലൂയ. അവരെ ഒരു ചുക്കും ഒന്നും ചെയ്യത്തില്ല. നമ്മൾ വിശ്വാസം എന്ന പരിച, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. അങ്ങനെയുള്ള വിശ്വാസത്തോടുകൂടെ, വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. അതല്ലാതെ ലോകത്തിന്റെ പരിചയമല്ല. ലോകത്തിന്റെ പരിചയമല്ല. ലോകത്തിന്റെ പരിചയക്കാരന് ഗോലിയാത്തിന് എന്ത് സംഭവിച്ചു? അവൻ ലോകത്തിന്റെ പരിചയിൽ ആശ്രയിച്ചു, ലോകത്തിന്റെ വാളിൽ, ലോകത്തിന്റെ കുന്തത്തിൽ ആശ്രയിച്ചു. ഭക്തനിവിടെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മറ്റാരോട് തനിക്ക് പ്രാർത്ഥനയില്ല. ആ ലോകത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ മുൻപിലും നിയമസ്ഥരുടെ മുമ്പിലും പ്രാർത്ഥനയില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹല്ലേലൂയ. വിശ്വാസം എന്ന പരിച പിടിച്ച്, ദൈവവിശ്വാസം എന്ന പരിച പിടിച്ചാണ് ഹല്ലേലൂയ ദാവീദ് ഇവിടെ പ്രാർത്ഥിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് എന്താണ് അടുത്ത വചനം?
സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം ആ കാലിന് ചെരിപ്പാക്കിയും ആക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന സ്ഥിരാസ്ത്രവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ വിശ്വാസം എന്ന പരിചയ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറയണം. ഇന്ന് ലോകക്കാർ ഇന്നെങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തിന്റെ നടുവിൽ ഒത്തിരി യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇസ്മായിലുമായിട്ടുള്ള ഒത്തിരി യുദ്ധങ്ങളൊക്കെ നടക്കുകയാണ്. ലോകത്തിന്റെ നടുവിൽ ആമേൻ വലിയ വംശങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുകയാണ്. വലിയ വംശങ്ങൾ. നമ്മൾ ഏത് വംശമാണ്? ക്രിസ്തീയ വംശമാണ് നമ്മൾ. നമുക്ക് നേരെ വേറൊരു ആമേൻ ഇസ്ലാം വംശക്കാര് ഇത് നടക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് വിരോധമായിട്ട്, യഹൂദന്മാർക്ക് വിരോധമായി, ജീവനുള്ള ദൈവത്തിന്റെ സേനയ്ക്ക് വിരോധമായിട്ട് യുദ്ധം നടക്കുകയാണ്. അവർ എന്തിലാണ് ആശ്രയിക്കുന്നത്? അശ്വബലകത്തില് ഈ ലോകത്തിൽ പറയുന്ന വാള്, പരിച, ലോകപ്രകാരമുള്ളതില് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈൽ, ബങ്കർ ബസ്റ്റ് മിസൈലുകൾ, ബോംബുകൾ, ആണവായുധങ്ങളില് ആമേൻ ഈ ലോകത്തിന്റെ ക്രമീകരണങ്ങളിലാണ് ആശ്രയിക്കുന്നത്. ഈ ലോകത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം പരാജയപ്പെടും. അതിൽ വിശ്വസിച്ചാൽ ഗോലിയാത്തിന് സംഭവിച്ചതുപോലെ സംഭവിക്കും. എത്ര വലിയ മല്ലനെന്ന് ഈ കാലത്തിന്റെ നടുവിൽ കയറി വന്ന് ഇസ്രായേലിന് ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് വിരോധമായി നിന്നാലും അവൻ ചെതറിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് ആമേൻ ലോകരാജ്യങ്ങളുടെ നടുവിൽ ഇസ്രായേൽ ആമേൻ ദൈവത്തിന്റെ മക്കൾക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോടു കൂടെ നടക്കുന്ന, കർത്താവ് തിരഞ്ഞെടുത്ത ജനത്തിന് വിരോധമായി ഒത്തിരി വംശങ്ങളാണ് കൂട്ടുകെട്ടി കടന്നു വരാനിരിക്കുന്നത് യുദ്ധത്തിന്. ഇസ്മായേല്യര് ഭൂതലത്തിലുള്ളവരെല്ലാവരെയും ചേർത്ത് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വേണ്ടി ഒരുപ്പെടുന്നുണ്ട്. അതിനു പുറമെ ആമേൻ മറ്റുള്ള വംശങ്ങൾ, ഗദൂറിന്റെ വംശങ്ങൾ, റഷ്യക്കാര്, ഹല്ലേലൂയ, ഉത്തര കൊറിയക്കാര്, അങ്ങനെയുള്ള ഒത്തിരി വംശങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് ഇസ്രായേലിനെ തോൽപ്പിക്കാമെന്ന് അവർ കരുതുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി ഒരായുധവും ഫലിക്കത്തില്ല, ഒരു മന്ത്രവാദവും ഫലിക്കത്തില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കത്തില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിൽ ഏൽക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി ഒരായുധവും, ശത്രുവിന്റെ ഒരു തീയമ്പും ഫലിക്കത്തില്ല. ഓ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ? ദൈവത്തോടു കൂടെ നടക്കുന്നവരാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ ദൈവമക്കളെ. നമ്മൾ ഇന്നിവിടെ വച്ചിരിക്കുന്നത് ആമേൻ ആരെങ്കിലും ജീവൻ തന്നു വച്ചിരിക്കുകയാണല്ലേ. നമുക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ വന്നാൽ അതൊക്കെ മാറിപ്പോകും കേട്ടോ. ഞൊട്ടി നേരത്തേക്കേ ഉള്ളൂ ഈ കഷ്ടങ്ങളൊക്കെയും. ആമേൻ ഞൊട്ടി നേരത്തേക്കേ ഉള്ളൂ കഷ്ടങ്ങൾ. ഇതൊക്കെ മാറിപ്പോകുവാനിടയെ തീരും. കർത്താവ് അങ്ങ് മാറ്റുവാനിടയെ തീരും. ആദികൾ, വ്യാധികൾ, രോഗങ്ങൾ എല്ലാറ്റിൽ നിന്നും കർത്താവ് നമുക്ക് വിടുതൽ നൽകുവാനിടയെ തീരും. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് വചനം ഒരു വേഗത്തിൽ വായിച്ച് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 4:3 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ആമേൻ ഹല്ലേലൂയ, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു എന്ന് ഭക്തൻ പറയാണ്. ആമേൻ. അവിടെ പറയുന്നത് എന്താ വായിച്ചത്? 4 ഞാൻ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുടെ നോക്കി പറയാണ്, ദൈവാത്മാവ് പറയാണ്. ആമേൻ. ഞാൻ യഹോവയോട്, എൻ്റെ ദൈവത്തോട് നിലവിളി എന്താന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ ഗൗരവമേറുമ്പോൾ, കട്ടി കൂടുമ്പോൾ, ആമേൻ പ്രയാസജനകമാകുന്ന മറ്റാർക്ക് കഴിയാതെ വരുമ്പോഴുള്ള വിഷയങ്ങളെ നടുവിലാണ് നമ്മൾ നിലവിളിക്കാൻ തയ്യാറാവുന്നത്. നിലവിളി എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വിളിയാണ് നിലവിളി. അതിനപ്പുറത്ത് പിന്നെ ഒരു വിളിയില്ല. പിന്നെ നമ്മൾ നിശ്ചലമാകുന്നു. ആ വിളി ആരും കേട്ടില്ല എങ്കിൽ നമ്മൾ നിശ്ചലമാകും. പിന്നെ അവിടെ കിടന്നുറങ്ങും, തളർന്നു. ഇനി അവസാനത്തെ വിളിയാണ് നിലവിളി. അവൻ സങ്കടം ഏറുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഏറുമ്പോൾ അവസാനത്തെ നിലവിളിയാണ് നിലവിളി. ഇവിടെ ഭക്തൻ പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയല്ല, യാചിക്കുകയല്ല, അതിനപ്പുറം ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കും. ആമേൻ. ഒരിക്കൽ ഇസ്രായേൽ മക്കള് മിസ്രൈമിലായിരുന്നു. മിസ്രൈമില് അവിടെ കിടന്ന് കഷ്ടം അനുഭവിച്ച് മിസ്രൈമിലെ എല്ലാ തലത്തിലുമുള്ള പീഡനങ്ങൾ, ഫറവോൻ നിമിത്തമുള്ള എല്ലാ പീഡനങ്ങൾ അനുഭവിച്ച് കരഞ്ഞും ആമേൻ കണ്ണുനീര് വാർത്തും
അവർ നിലവിളിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ ആരോടാണ് നിലവിളിച്ചത്? ദൈവത്തോട്, സ്വർഗത്തിലെ ദൈവത്തോട്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം തങ്ങളുടെ നിലവിളി കേട്ട് തങ്ങളെ വിടുവിച്ച് അവൻ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ കർത്താവ് വരുവാനിടയിൽ തീർന്നു. അവൻ മോശയെ നിയമിപ്പാനിടയിൽ തീർന്നു. മോശയോട് വന്ന് പറഞ്ഞത്, എൻ്റെ ജനം, എൻ്റെ പിള്ളേര് മിസ്രൈമില് വലിയ അടിമത്തത്തിലാണ്, അവരെ വിടുവിച്ചെടുക്കണം. ആയതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ ഭാരങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ആമേൻ, നമ്മൾ പ്രാർത്ഥിച്ച് തയ്യാറാകുമ്പോൾ അതിന് ശക്തമായി ഇടപെടുന്നൊരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, ആമേൻ, നമുക്ക് വേണ്ടി, ആമേൻ, കരുതുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. എഴുപമേൻ 1-2 വചനം വായിച്ച് വേഗത്തിൽ വരാൻ കൊടുക്കാനാക്കുന്നത്. 72 സങ്കീർത്തനം 77-ന്റെ 1-2 വചനം ഒന്ന് വായിച്ചാലും. 77-ന്റെ 1-2 വചനങ്ങൾ. ഞാൻ എന്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വിശ്വാസത്തോടുകൂടി എനിക്ക് ചെവി തരും. ഭക്തൻ പറയാണ്, ഞാൻ എന്റെ ശബ്ദം ഉയർത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, എനിക്ക് അവൻ ചെവി തരും. മറ്റാരും തന്നില്ലേലും, ലോകക്കാർ നമ്മുടെ സങ്കടങ്ങൾ ഒത്തിരി കേട്ടില്ലേലും, നമ്മളെ സഹായിച്ചില്ലേലും, ആമേൻ, നമ്മളെ കരുതിയില്ലേലും, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. നമ്മളെ സൗഖ്യമാക്കും, നമ്മളെ വിടുവിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്താ വായിച്ചത്? എന്റെ സങ്കടങ്ങളെ ഞാൻ എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ച് രാത്രിയിൽ എന്റെ കൈ തളരാതെ. സ്തോത്രം. ഞാൻ തളരാതെ അവനെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 142-ന്റെ 1-2 വചനങ്ങളിലൂടെ വായിച്ച്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ തലത്തിലുള്ള പരീക്ഷ കർത്താവ് നൽകുന്നവനാണ്. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടങ്ങളെ പകരുന്നു. എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എന്റെ കഷ്ടങ്ങളൊക്കെയും കർത്താവിനോട് ബോധിപ്പിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു. പ്രാണനെ അറിയുന്നു. ഞാൻ നടക്കുന്ന ആമേൻ. എല്ലാ തലത്തിലും, ആമേൻ, ദൈവം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലത്തില് കർത്താവേ, ഈ ശബ്ദം കേട്ട, ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട തന്റെ മക്കളെ ഇന്ന് പകൽക്കാലത്തില് അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. യേശുവേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ സൂക്ഷിച്ചതുപോലെ അങ്ങ് സൂക്ഷിക്കണമേപ്പാ. കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ മീതെ സൂക്ഷിക്കും പോലെ അങ്ങ് സൂക്ഷിച്ചു കൊള്ളണമേ. തൻ്റെ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലത്ത് വലിയൊരു വിടുതൽ, ആമേൻ, പ്രാപിച്ചെടുത്തുകൊണ്ട് കടന്നു പോകുന്നൊരു പകൽക്കാലം എത്തിയേരണ്ട. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്താൽ വീരൻ ജയം പ്രാപിക്കും. നമ്മൾ ഓരോരുത്തരും ജയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ വീരനായി, ആമേൻ, ആമേൻ, വിശ്വാസത്താൽ ജയത്തോടുകൂടെ മുന്നേറണമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനോടുകൂടെ ഇന്ന് പകൽക്കാലത്തിൽ, ആമേൻ, എത്ര പേർക്ക്